ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെടുന്ന സമയം അടുത്തിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ലോകത്തെ എങ്ങനെ വിധിക്കുമെന്ന് വിവരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവനിൽ വിശ്വസിക്കാത്തവൻ ദൈവത്താൽ ശിക്ഷിക്കപ്പെടുകയും നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരെ ഇപ്പോൾ 2 ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന വിധത്തിലാണ് അവൻ ലോകത്തെ വിലയിരുത്തുന്നത്. ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ടവരും മറ്റൊരു കൂട്ടം രക്ഷിക്കപ്പെടാത്തവരും. രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടം നിത്യമായ നാശത്തിൽ, നിത്യമായ നരകത്തിൽ തള്ളപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും കൂട്ടായ്മയിലും നിത്യതയിൽ പ്രവേശിക്കും. നിങ്ങൾ ഏത് കൂട്ടായ്മ തിരഞ്ഞെടുക്കും? നിത്യമായ രക്ഷയെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.